ബിജുപിയുടെ തിന്നോ? അത് ശരിയാണോ? എപ്പോഴായിരുന്നു? 4 മണിക്കുള്ള ഫ്ലൈറ്റ്. ശരി. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരും. ശരി. പേരെന്താണ് വരുന്ന ആളുടെ? അജയൻ. ഓക്കെ ശരി. ഹലോ, അജയനല്ലേ? ചേട്ടാ ഞാൻ ബിജുപിയുടെ സുഹൃത്താണ്, ഗിരീഷ്. അതെ എൻ്റെ കയ്യിലാണ് തരാം. ചേട്ടാ എത്ര രൂപ തന്നു വിട്ടിട്ടുണ്ട് ക്യാഷ്? 20. ചേട്ടാ 20 ലക്ഷം വന്നിട്ടുണ്ട്. ചേട്ടാ ഇവിടെ നാട്ടിൽ ആകെ പ്രശ്നമാണ്. 1,45,00,000 രൂപയാണ് മൊത്തം അവൻ നമ്മുടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപയോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പ്രശ്നമാണ് ചേട്ടാ. ഇവിടെ എല്ലാ ആൾക്കാരും നിൽക്കുവാണ് ഈ കാശിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും ചേട്ടൻ, അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് അമ്പലപ്പുഴ അറിയാമല്ലോ, അമ്പലപ്പുഴ വന്നിട്ട് ചേട്ടനൊന്ന് വിളിക്കണം. ഞാൻ അവിടെ വന്ന് ചേട്ടനെ പിക്ക് ചെയ്യാം. കാര്യം ചേട്ടൻ ആ ക്യാഷുമായിട്ട് ഇങ്ങോട്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. നമുക്കിപ്പോൾ അത്യാവശ്യക്കാർക്കൊന്ന് കൊടുത്തു വിടും. ഇവിടെ തീരെ നിവൃത്തിയില്ലാത്ത കുറേ പാവത്തിന് അവരിപ്പോൾ ചുറ്റിനുണ്ട് നമ്മൾ. അപ്പോൾ അവർക്ക് ആ കാശ് കൊടുത്തു വിടും. അപ്പോൾ ചേട്ടൻ അമ്പലപ്പുഴ എത്തിയിട്ട് ഒന്ന് വിളിക്കും. ശരി ചേട്ടാ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതെ ശരി. തീർച്ചയായിട്ടും ഞാൻ വണ്ടിയുമായിട്ട് വരും. ഞാൻ ബൈക്ക് വരാം, അല്ല നമ്മൾ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ശരി, ഓക്കെ. ഹലോ, എത്തി, അമ്പലപ്പുഴ എത്തിയോ? ശരി. ഞാൻ ഉടനെ തന്നെ വരും. ശരി. അതെ എത്തി, ഇപ്പോൾ വരാം. ചേട്ടൻ എന്താ പ്രശ്നം? എന്താ ചേട്ടൻ എന്തോ ചേട്ടൻ എന്താ വല്ല പ്രശ്നമുണ്ട്? ചേട്ടന്റെ പൈസ ആണ്. ചേട്ടൻ മാറും. ചേട്ടാ ഇവിടെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യ കാര്യമായിട്ടോ, ഞാൻ എങ്ങും കുങ്ങുമല്ല. ചേട്ടനെ കാശ് ഞാൻ തരാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ പോയേ പറ്റത്തുള്ളൂ. ചേട്ടാ പൈസയുടെ ആവശ്യത്തിന് തന്നെ പോണത്. ചേട്ടാ ഇത് ചേട്ടൻ മനസ്സിലായി. ചേട്ടൻ മാറിക്കും. ചേട്ടൻ മാറി ചേട്ടാ. ഞാൻ ഇപ്പൊ അമ്പലപ്പുഴ വരെ പോയിട്ട് വരാൻ ചേട്ടാ. വീട് ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഇങ്ങനെ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ ഇപ്പൊ ആവശ്യം എന്തോ? എനിക്ക് 3 ലക്ഷം രൂപ. അതിന്റെ ആവശ്യമായിട്ടാണ് പോകുന്നത്. ചേട്ടൻ പിന്നെ എന്നെ എന്താ ഇവിടെ നിന്ന് വിടാത്തത്? 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ. ചേട്ടാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ പിടിച്ചിട്ട് ഞാൻ എവിടെ നിന്ന് കാശുണ്ട്? എനിക്ക് ഇവിടെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എനിക്ക് ചെല്ലേണ്ടടുത്ത് ചെന്നാലേ എനിക്ക് കാശ് കിട്ടത്തുള്ളൂ. പൈസയായിട്ട് ചേട്ടൻ അറിയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അറിയണ്ട. ചേട്ടന് കാശ് കിട്ടിയാ പോരെ. ചേട്ടൻ ഞാൻ ഇവിടുന്ന് പോയി പൈസയുമായിട്ട് വരാം. ഞാൻ മുങ്ങുമല്ല. ചേട്ടാ ഇദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഇത് കൊടുക്കാനുള്ളത് ബോധ്യമുണ്ട്. എന്റെ കയ്യിൽ തന്ന പൈസ. അപ്പൊ ഇദ്ദേഹത്തിന് അത് കൊടുക്കാന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ ഇദ്ദേഹത്തിനെ ഗൾഫിൽ വിടാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ്. അദ്ദേഹം തന്നെ വിസ അയച്ചു തരാൻ തന്നില്ല. ഞാൻ ഇവിടുന്ന് പോയി ആ പൈസ അയാളുടെ കാര്യം പരിചയമുണ്ട്. പിന്നെ ഈ ഇവിടെ നിന്ന് പിടിച്ചു വെച്ചാൽ എനിക്ക് എങ്ങനെ കാശ് തരുവാ? പോയിട്ട് എന്തുറപ്പാണ് വേണ്ടത്? ഇയാൾ എന്തുറപ്പില്ല കൊടുത്താ പൈസ? ഇയാളെ വിശ്വസിച്ച് ഞാൻ കൊടുത്താ പൈസ? വിശ്വാസം ഇപ്പൊ ഇപ്പോഴും നിലവിലില്ലേ? പൈസക്ക് പോകുമോ? ഞാൻ അമ്പലപ്പുഴ വരുന്നുണ്ട്. പോയി കഴിഞ്ഞാലേ പൈസ കിട്ടുള്ളൂ പറഞ്ഞ അയാളെ ഇയാള് ബിജെപി കൊടുക്കും. എനിക്ക് എന്റെ പൈസ ഇയാളെ തന്നാൽ ഇയാൾ ഏത് മാർഗത്തിൽ കൊടുക്കും? എന്റെ കാശ് എന്നിട്ട് പോയാൽ മതി. ഇവിടെ എന്ത് വിഷയമുള്ള എന്റെ കാശ് എന്നിട്ട് പോയാൽ മതി. എനിക്ക് 3 ലക്ഷം ഇയാൾ തരാനുണ്ട്.
ഇയാൾ എന്റെ പൈസ മേടിച്ചത്. ചേട്ടാ ചേട്ടന് കാശ് തരാം ഞാൻ. എനിക്ക് ഇറ്റേ പറഞ്ഞത്, എനിക്ക് വേറെ ആരുടെ കാര്യം അറിയണ്ട. അജയനാ ഏതാ അജയനൊക്കെ എവിടുത്തെ ആരാ അജയനൊക്കെ? എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് പൈസ കിട്ടിയേ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ പൈസ ആയിട്ട് വരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് 3 ലക്ഷം രൂപ കിട്ടാൻ ഇയാളാണ് തരേണ്ടത്. എനിക്ക് 3 ലക്ഷം രൂപ കിട്ടാൻ ബിജെപി ഇയാളെ അയാളുടെ പൈസ സത്യമാണോ? സത്യമാണ്. അത് ഇയാൾ എങ്ങനെ കൊടുക്കും? മേടിച്ചതാ. ഇതാരാ? ഞാനൊരു കാഴ്ചക്കാരൻ, ഒരു നാട്ടുകാരൻ, നിങ്ങളെ തമ്മിൽ പിഴ കൊടുക്കുന്ന തമ്മിൽ തല്ലിക്കല്ല. ഇയാളെ വിളിച്ചു. ആരെ വിളിച്ചിട്ടല്ല, ഒരുത്തൻ വിളിച്ചിട്ടല്ല വരുന്നത്. രണ്ടുപേരും തമ്മിൽ എനിക്ക് 3 ലക്ഷം തരാൻ പറ്റും. ആർക്ക്? ഞാനോ? എനിക്കങ്ങനെ വരാൻ പറ്റും. എനിക്ക് ഇടപെട്ടേ പറ്റുള്ളൂ. എന്തിന്? ഞാൻ കാഴ്ചക്കാരനായി. ഞാൻ ഇയാളുള്ള വിഷയം ഇയാളെ വന്ന് ഇടപെടുന്ന കാര്യം എന്താ? എനിക്ക് അപ്പൊ ഞാൻ ഇടപെടും. എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ഇതാണ് പ്രശ്നം. ഇതാണ് വിഷയം. ഇത് എന്ത് വിഷയം എന്നാ പറയുന്നത്? ഇയാളെ എവിടെടുത്ത് ഇയാൾക്കിടെ കൊടുത്തത് വേറൊരാളുടെ കയ്യിൽ താൻ കൊടുത്തത് പോലെ തന്നെ അയാള് വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് മാത്രമേ തനിക്ക് പൈസ കിട്ടൂ. എന്ത് വർത്താനായി പറയുന്നത്? ഇയാൾ എന്തേന്ന് മേടിച്ചു? ഇത് താങ്കൾക്ക് അറിയാവുന്നതല്ലേ? ഈ വിദ്യയുടെ പേരും പറഞ്ഞ് ഇയാൾ മേടിച്ചു. പേര് പറഞ്ഞ താൻ കൊടുക്കാൻ വിശ്വസിച്ചല്ലേ? പേര് പറഞ്ഞിട്ടല്ല. താൻ വിശ്വസിച്ചല്ലേ? ബിജെപി ഗൾഫിലേക്ക് പോകുന്നു, അദ്ദേഹം വിസ അയച്ചു തരാന്ന് പറഞ്ഞ് താങ്കൾക്ക് വ്യക്തമായത് കൊണ്ടാണ് താങ്കൾ എന്നെ പൈസ തന്നത്. ആ പൈസയാണ് ഞാൻ ബിജെപിക്ക് കൊടുത്തത്. പിന്നെ ഇയാൾ എന്ത് വർത്താനായി? എന്ത് ന്യായമാണ്? ഇയാൾ എന്റെ പേരിൽ 3 ലക്ഷം രൂപ മേടിച്ചു പോയാ? ചേട്ടൻ്റെ ഇത് മേടിച്ച് സമ്മതിച്ചു. ചേട്ടൻ്റെ ഇത് മേടിച്ചെന്ന് ആൾക്കാർക്ക് ഇടപെടുന്നു. ബിജെപി അറിയത്തില്ല, നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെ എനിക്കറിയാതുകൊണ്ട് ഇടപെടും. എനിക്ക് ഒത്താശ പിടിക്കാൻ വന്നതല്ല. അദ്ദേഹം ഇവിടെ കേട്ടോണ്ടില്ല. അത് പോകത്തില്ല. അവരെ ചോദിച്ചോണ്ടിരിക്കുന്നു.